നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഇന്ദ്രിയം സ്ഖലിപ്പിക്കലാണ്. സ്വന്തം കരം കൊണ്ടോ ഭാര്യയുടെ കരം കൊണ്ടോ ഇന്ദ്രിയം സ്ഖലിപ്പിച്ചാൽ നോമ്പ് മുറിയും. അങ്ങനെ പറയുമ്പോൾ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ സ്വമേധയാൽ ഇന്ദ്രിയസ്ഖലനം ഉണ്ടായി, അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം ഉണ്ടായി, ഇങ്ങനെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല. എന്നാൽ വുളൂ മുറിയുന്ന സ്ഥലത്ത് മറകൂടാതെ തൊട്ടപ്പോൾ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയും. എന്നാൽ തൊട്ടാൽ വുളൂ മുറിയാത്ത സ്ഥലത്ത് മറകൂടാതെ തന്നെ തൊട്ടപ്പോൾ സ്ഖലനം സംഭവിച്ചാലും വുളൂ മുറിയുകയുമില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ അന്യ സ്ത്രീകളുടെയോ മുടി, നഖം പോലെ ഉള്ളത് തൊട്ടു, അങ്ങനെ സ്ഖലനം സംഭവിച്ചു. അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ ആളുകളെ തൊട്ടു, ഇത്തരം ഘട്ടത്തിൽ സ്ഖലനമുണ്ടായാൽ അപ്പോഴും നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ ഭാര്യയെ മറയോടുകൂടി ചുംബിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തു, അങ്ങനെ സ്ഖലനം സംഭവിച്ചാലും നോമ്പ് മുറിയുകയില്ല. പക്ഷേ ഇത്തരം വൈകാരികമായ കാര്യങ്ങൾ നോമ്പുകാരനായിരിക്കെ ചെയ്യൽ വലിയ കുറ്റകരമായ കാര്യമാണെന്ന് കൂടി ഇതോടൊപ്പം മനസ്സിലാക്കണം.